ലൈഫിലെ ഏറ്റവും മികച്ച 11 ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ആ ഒരു പ്ലേയിങ് 11ലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് പോവുകയാണ്. കാരണം അവിടെ അതിശക്തരായ ആ ഒരു മിഡ്ഫീൽഡ് ലൈനാണ് പോർച്ചുഗലിനുള്ളത്. വിറ്റിനിയും ബ്രൂണോ ഫെർണാണ്ടസും ജാവോ നെവസും കൂടി ചേരുമ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ആ ഒരു മിഡ്ഫീൽഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് പോർച്ചുഗലിൽ നിന്ന് മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. കാരണം ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു അറ്റാക്കിങ്ങും വിറ്റിനിയുടെ പ്ലേ മേക്കിങ്ങും ജാവോ നെവസിന്റെ ആ ഒരു ഡിഫൻസീവ് ടാക്കിളൊക്കെ ചേരുമ്പോൾ അതൊരു മികച്ച മിഡ്ഫീൽഡ് തന്നെയാണ്. എൻ്റെ ആ ഒരു പട നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു സ്ട്രൈക്കറായിട്ടുള്ളപ്പോൾ വേറെ എന്ത് വേണം ആ ഒരു ടീമിന്. എൻ്റെ ആ ഒരു റൈറ്റ് വിങ് ഫോർവേഡായിട്ട് ബെർണാഡോ സിൽവയും ലെഫ്റ്റ് വിങ് ഫോർവേഡായിട്ട് റാഫേൽ ലിയാവും കൂടി ചേരുമ്പോൾ അതൊരു ഒന്നൊന്നര അറ്റാക്കിങ് തന്നെയാണ്. എൻ്റെ ആ ഒരു ഡിഫൻസീവ് ലൈൻ നോക്കുകയാണെങ്കിൽ റൂബൻ ഡയസ് ആൻഡ് ഇനാഷിയോ, ആ ഒരു സ്പോർട്ടിങ്ങിൽ നിന്ന് വരുന്ന ഇനാഷിയോ ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് അതാരാണെന്ന് ചോദിച്ചാൽ നുനോ മെൻഡസ് ആയിരിക്കും. മികച്ച ഒരു പ്ലെയർ. എൻ്റെ റൈറ്റ് ബാക്കിൽ ബാർസലോണയുടെ മികച്ച റൈറ്റ് ബാക്കായി മാറിയ ക്യാൻസലോസോ. ഈ ഒരു ഡിഫൻസീവ് ലൈനും ഒരു രക്ഷയുമില്ല. സോ ഏതായാലും കാത്തിരിക്കാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു പോർച്ചുഗൽ ടീം